ഒരു എത്തീസ്റ്റായ ഒരാളോട് എല്ലാവരും ചോദിക്കും നിങ്ങൾ എന്തിനാണ് എത്തീസ്റ്റായെന്ന്. പക്ഷെ ഒരു ബിലീവറായ ഒരാളോട് നമ്മളാരും ചോദിക്കാറില്ല നിങ്ങൾ എന്തിനാണ് ഒരു ബിലീവർ ആയത്. അതിൽ തന്നെ നമുക്കറിയാം അതിനൊരു റീസണിങ് കൊടുക്കേണ്ടി വരും. അതായത് എത്തീസ് എന്തുകൊണ്ടായി, സാധാരണ രീതിയിൽ പോയാൽ ആവേണ്ടതല്ലോ. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം ആരായാലും ആ കുടുംബത്തിലുള്ളവർ ഈ കുട്ടിക്ക് ഒരു പേരിടും. അത് ക്രിസ്ത്യൻ നെയ്മായിരിക്കാം അല്ലെങ്കിൽ ഹിന്ദു നെയ്മായിരിക്കാം. പേര് മാത്രമല്ല, അവര് ആ പള്ളി കൊണ്ടുപോയിട്ട് അതിന്റെ കർമ്മങ്ങൾ നടത്തിയിട്ട് ക്രിസ്ത്യാനി ആക്കുന്നു, ഹിന്ദു ആക്കുന്നു, മുസ്ലിം ആക്കുന്നു. അപ്പോൾ അതൊരു നാച്ചുറൽ പ്രോസസ് പോലെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അങ്ങ് പോകുമ്പോൾ നമ്മൾ ജനിച്ചു വന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ പറയുന്നതെല്ലാം നമ്മളങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുന്നു. അവർ പറഞ്ഞ കഥകളും വിശ്വസിക്കും. കാരണം കുട്ടികൾക്ക് കഥകൾ കേൾക്കാനും വിശ്വസിക്കാനും എളുപ്പമാണ്. പക്ഷെ നമുക്ക് റീസണിങ് വന്ന സമയത്ത്, നമുക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായി വന്ന സമയത്ത് നമ്മൾ സയൻസ് പഠിക്കും. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ട്. ആ സയൻസ് പഠിക്കുമ്പോൾ സയൻസ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനും ചോദ്യം ചോദിക്കുമ്പോൾ ഈ റിലീജിയന്റെ കേസ് വരുമ്പോൾ നമുക്ക് ചോദ്യങ്ങളില്ല. അതായത് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം തരില്ല, അത് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നതാണ്. ഈ ഫെയ്ത്ത് എന്ന പരിപാടി തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റീസണിങ്ങിനെ സറണ്ടർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കൊന്നും റീസൺ ചെയ്യാൻ പറ്റില്ല. അത് വിശ്വസിച്ചോളാം, നീ അത് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഭാഗ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊത്തിരില്ല, നിങ്ങൾ അത് വിശ്വസിച്ചേ പറ്റും. ഈ വിശ്വസിക്കുന്നതിൽ സയന്റിസ്റ്റുകൾ ഉണ്ടാവാം, എഞ്ചിനീയേഴ്സ് ഉണ്ടാവാം, ഡോക്ടേഴ്സ് ഉണ്ടാവാം, അതായത് സയൻസ് പഠിച്ചവന്മാരുണ്ടാവാം. ഈ സയൻസ് പഠിച്ചെന്ന് പറഞ്ഞിട്ട് സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണമെന്നില്ല. സയൻസ് പഠിച്ചാൽ മാത്രം പോരാ, സയൻസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അറിയണം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്കിപ്പോ ഒരു ആക്സിഡന്റ് പറ്റിയാൽ ഒരു അസുഖം വന്നു, നമുക്കിപ്പോ ദൈവത്തെ വിളിച്ചാൽ മതി. കാരണം ദൈവം എല്ലാം പവർഫുള്ള ആളാണ്, എല്ലാം അറിയുന്ന ആളാണ്, ഒക്കെ നടത്തി ക്രിയേറ്റ് ചെയ്ത ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളോട് പറഞ്ഞാൽ അവതരിപ്പിച്ച, കാരണം അവർ പിതാവാണെന്നാണല്ലോ പറഞ്ഞത്. ദൈവത്തിന് അച്ഛനായിട്ട് കാണാം, അതൊരു ആണാണ് എന്തായാലും. ഇനി അല്ല പെണ്ണാണെങ്കിൽ ദൈവത്തിന്റെ അമ്മയായിട്ട് കണ്ടാലും മതി. പക്ഷെ ഇവര് ഒരു ചെറിയൊരു വൈറസോ അല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇവർക്ക് ആർക്കും കളയാൻ പറ്റില്ല. അതൊന്ന് വെച്ചാൽ ഇവർ ഇത്തരം പവർഫുള്ളായ ഇവരുടെ നമ്മൾ വിളിച്ച് അപേക്ഷിച്ചിട്ട് പോലും അപേക്ഷിക്കുക എന്നുള്ളത് ഒരു മസ്റ്റാണ്. കാരണം എല്ലാ റിലീജിയനും അവർ പറയുന്നത് നിങ്ങൾ അപേക്ഷിക്കണം, ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കണം, കരയണം, പ്രാർത്ഥിക്കണം, എന്നും പ്രാർത്ഥിക്കണം. അപ്പൊ ഈ അപേക്ഷകൾ ഇങ്ങനെ ദിവസം നമ്മളെ കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്ത്, നമ്മുടെ തലച്ചോറിന് ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അപ്പോ ഈ പക്ഷേ അപേക്ഷയ്ക്ക് നമുക്ക് തന്നെ അറിയാം, ഈ വിശ്വാസിക്ക് അറിയാം അപേക്ഷ ഒന്നും കിട്ടാനൊന്നും പോളാണ്. എന്നാലും നിങ്ങൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നൂറിനടുത്താൽ ചിലപ്പോൾ 2 3 ചിലപ്പോൾ നടന്നിരിക്കും. അപ്പോൾ അത് ദൈവം നന്നായിരുന്നു. മറ്റേതാണെങ്കിൽ ദൈവം പരീക്ഷിക്കുക എന്ന് പറയും. ഈ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ദൈവം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മനുഷ്യർ പരീക്ഷിച്ചിട്ട് മതിയാവണല്ലോ. ഇപ്പൊ ഒരു അപ്പൻ മക്കൾ ഇത്രയൊക്കെ പരീക്ഷിക്കുമോ? ഒരു കഥയിൽ പറയുന്നത് വെച്ചാൽ അപ്പന്റെ അടുത്ത് ദൈവത്തിനാണെങ്കിൽ ഭയങ്കര ചോരക്കൊതിയാണ് ദൈവം. അപ്പൊ ഈ ദൈവം ഒരാളോട് പറയാണ്, നിന്റെ മോനെ എനിക്ക് ബലി തരാൻ, കാരണം ചോര കണ്ടാലേ പുള്ളിക്ക് അടങ്ങുള്ളൂ. ഇതെല്ലാം നമ്മൾ ബൈബിളിലും ഇതൊക്കെ ഉള്ള കഥ തന്നെയാണ്. അപ്പൊ കൊല്ലാൻ നേരത്ത് പെട്ടെന്ന് തന്നെ കൊല്ലണ്ടാന്ന് പറയുന്നു. ഇതൊക്കെ ഏതെങ്കിലും അപ്പൻ മക്കളോട് പറയുന്നൊരു കാര്യമാണോ? നമുക്കത് മനസ്സിലാക്കുന്ന, നമ്മളായ നമ്മുടെ മക്കളത് പറയുമോ? ഒരിക്കലും പറയില്ല. നമ്മുടെ മക്കൾ മരിച്ചു കാണാനാണോ നമ്മൾ നോക്കണേ? അപ്പൊ ഇത് പിന്നെ ദൈവത്തിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു ജനതയെ മുഴുവൻ കൊല്ലുകയാണ്. ആ ജനതയിൽ ഒരു കൊച്ചു കൊച്ചുണ്ടാവാം, വയസ്സായ ആൾക്കാരുണ്ടാവാം, ഇന്നത്തെ ആൾക്കാർ പലരും ഉണ്ടാവും. അതൊന്നും നോക്കല്ല, പുള്ളി അടിച്ചു പൊളിച്ചും കൊല്ലും. അപ്പോൾ ഇങ്ങനെ ചോരക്കൊതിനായ ദൈവത്തെ ആണ് ഇപ്പോഴും ആരാധിക്കുന്നത്. ഇതിന്റെ പേരിൽ തന്നെയാണ് പലരും ഡിവൈഡ് ചെയ്തിട്ട് ജീവിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു തലമുറയിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലമുറ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഉൾപ്പെടും, എല്ലാവരും പെടും. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഇൻഫർമേഷൻസ് കൂടുതലാണ്. പണ്ടത്തെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മനുഷ്യൻ പുറത്തിറങ്ങുമ്പോൾ ഒരു പക്ഷേ ഒരു മൃഗമാനെ പിടിക്കാൻ കാത്തിരിപ്പുണ്ടാവാം, ഒരു സിംഹമോ കടുവാനെ പിടിക്കാൻ വേണ്ടി കാത്തിരിപ്പുണ്ടാവാം. അപ്പൊ എന്റെ മനസ്സിൽ ഞാനാണെങ്കിൽ എനിക്ക് ഇവിടെ പേടിയായിരിക്കും. കാരണം നടക്കുമ്പോൾ പേടിയാവും, ഏതെങ്കിലും സിംഹം വന്ന് എന്നെ പിടിക്കുമോ എന്നുള്ളൊരു പേടിയുള്ള കാരണം എനിക്ക് എന്റെ മനസ്സിലൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി ഒരു ശക്തിനെ ആരാധിക്കുന്ന ഒരു ലെവലിലേക്ക് വരും. കാരണം അന്നത്തെ ഒരു ട്രൈബൽ മനുഷ്യനായിരിക്കാം ഞാൻ. ആ ട്രൈബൽ മനുഷ്യന് അന്നത്തെ അറിവ് വെച്ചിട്ട് അങ്ങനെ ഒരു പിന്നെ ഇടിവെട്ട് കാണുന്നു, മഴ പെയ്യുന്നു, അപ്പൊ ഇതൊക്കെ ആരോ ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോ അന്നത്തെ ആ അറിവ് വെച്ചിട്ട് അയാൾക്ക് അത് വിശ്വസിക്കുന്നത് തെറ്റ് പറയാനില്ല, കാരണം അയാൾക്ക് എന്തൊരു ആശ്വാസപ്പെടാം. പക്ഷെ ഇന്ന് ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സയൻസ് പഠിച്ചവർക്കും കാരണങ്ങൾ ചോദിച്ചു പോകുന്നവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ എന്നിട്ടും നമ്മൾ ഈ കള്ളത്തരം വിശ്വസിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴാണ്, എന്തുകൊണ്ട് ഒരു അമ്പലത്തിലോ പള്ളിയിലോ നിങ്ങൾക്ക് അസുഖം വരുമ്പോൾ നിങ്ങൾ പോകുന്നില്ല? എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കാര്യമില്ല, ദൈവത്തിൽ പറഞ്ഞാൽ പോരെ. പക്ഷെ പറയുന്നവനറിയാം ഒരു കാര്യം നടക്കില്ലെന്ന് അറിയാം, അത് ഹോസ്പിറ്റലിൽ തന്നെ പോകേണ്ടി വരും. ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് തെറ്റുപറ്റി കഴിഞ്ഞാൽ നമ്മളെ സ്ക്രൂട്ടിനി ചെയ്യും. എവിടെ തെറ്റുപറ്റി, എങ്ങനെ തെറ്റുപറ്റി, ആ ഡോക്ടറെ എങ്ങനെ പിടിക്കാം, ഇതെല്ലാം വന്നുണ്ട്. പക്ഷെ ഒരു അമ്പലത്തിലോ പള്ളിയിലോ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് നടന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് നമ്മൾ സ്ക്രൂട്ടിനിക്ക് വിധേയരാക്കില്ല. നമ്മൾ അവിടെ എത്തുമ്പോൾ റീസണിങ് പോവുകയാണ്. ബാക്കി അതുവരെ എല്ലാ റീസണിങ്ങും ഈ സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവത്തിനടുത്ത് എത്തുമ്പോൾ നമ്മളെ ചിന്തിക്കില്ല, നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുക. അവിടെ ഗെയിൻ ചെയ്യുന്നത്
ആ ഒരു പൗരോഹിത്യ വർഗമാണ് ശരിക്കും. അവർക്ക് ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ഇതെന്ന് തലയിൽ മുകളിലുള്ളവർക്ക് മനസ്സിലാവും. പിന്നെ ജനിച്ചപ്പോൾ മുതലുള്ള വരട്ടാണ്. അതായത് ജനിച്ചപ്പോൾ മുതലേ അപ്പനമ്മ അല്ലെങ്കിൽ ബന്ധുക്കൾ, പിന്നെ പള്ളിയിൽ പോയി അല്ലെങ്കിൽ പള്ളിയിലെ അമ്പലം അവിടെ പോയാൽ അവിടെ ഒരു വരട്ടുണ്ടാവും. അതായത് ദൈവത്തെ നിങ്ങൾ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ ദൈവം നിങ്ങൾ ശപിക്കും, മറ്റേ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇനി മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ഇരുന്നാ പറയാം. ഇതേവരെ ആരെങ്കിലും പോയിട്ട് തിരിച്ചു ചരിത്രമില്ല. അതുപോലെ ഈ ലോകത്ത് ഇപ്പൊ 18 കൂടുതൽ മതങ്ങളുണ്ട്. ഈ മതങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ ദൈവമുണ്ട്. അവർക്കൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഓരോ സ്വർഗങ്ങളായിരിക്കും. ഇത്രയും സ്വർഗങ്ങളൊക്കെ എവിടെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യാനാണ്? ഇത്ര ആത്മാക്കളൊക്കെ എങ്ങോട്ട് പോകാനാണ്? നമുക്ക് ഈ പേടിച്ചു വരച്ച് ജീവിക്കാണ്ടുള്ള ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം. അത് റീസണിങ്, നമുക്ക് സാധാരണ ഒരു മനുഷ്യന്റെ വിവരം മതി ഇതൊക്കെ ശരിയാണെന്ന് ആലോചിക്കാൻ. ചുമ്മാ ആലോചിച്ചാൽ തന്നെ കിട്ടും. പക്ഷെ ആലോചിക്കാൻ പോലും നമ്മൾ അനുവദിക്കില്ല. കാരണം നിങ്ങളത് ആ വഴിക്ക് പോയാൽ പോലും നിങ്ങളുടെ ജീവിതം പോക്കാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ പിശാചിന്റെ മാർഗത്തിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ദൈവവും പിശാചും രണ്ടും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ രണ്ടുണ്ടായിട്ടും കുറച്ച് പേര് നരകത്തിലും കുറച്ച് സ്വർഗത്തിലും പോകും. ഇതൊന്നും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമല്ല. പിന്നെ ഇവർ പറഞ്ഞത് ഇതൊക്കെ ആരുണ്ടാക്കി എന്നുള്ള ചോദ്യത്തിന് വേറൊരു ഉത്തരവുണ്ട്. ദൈവത്തെ ആരുണ്ടാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉത്തരം മുട്ടി. അപ്പൊ ദൈവം തന്നെ ഉണ്ടായി. ഇതെല്ലാം പ്രപഞ്ചം തന്നെ ഉണ്ടായതാണ്. ഇത് തന്നെ ഉണ്ടാവും. അതിനാണല്ലോ ദൈവം ഉണ്ടായത്. ഇപ്പൊ വിശ്വാസികൾ പറയുകയാണെങ്കിൽ ദൈവം ഉണ്ടാവുമല്ലോ. അപ്പൊ ദൈവം ഉണ്ടായത് ദൈവം തന്നെയാണെങ്കിൽ അത് തന്നെയാണ് സെയിം ആപ്ലിക്കബിൾ ടു ദ യൂണിവേഴ്സ്. അതും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. കാരണം നമ്മൾ ജനിച്ചപ്പോഴേ നമ്മളെ പേടിപ്പിച്ച് പറപ്പിച്ച് ഒരു പരുവാക്കി വച്ചിട്ട് മരണം വരെ ആ ലെവലിൽ കൊണ്ടുപോകുക എന്നുള്ള ഒരു പർപ്പസ് മാത്രമാണ് പൗരോഹിത്യ വർഗം ചെയ്യുന്നത്. എന്നാലേ അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂ. ശരിക്കും അവരെന്താണ് നമ്മുടെ ലൈഫ് ചെയ്യുന്നത്? ഒരു കള്ളക്കഥ പറഞ്ഞ് നമ്മളെ കുറെ കാലം പേടിപ്പിച്ച് ഇറക്കിയ മരണം വരെ, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ അവർക്ക് കാശ് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു കൊച്ചുണ്ടായിട്ട് മരിക്കണ വരെ അവർക്ക് പല ചടങ്ങുകളുണ്ട്. അവർ തന്നെ കണ്ടുപിടിച്ച ചടങ്ങുകളാന്ന് നോക്കണം. അതിൽ അവർക്ക് കാശുണ്ട്, ഇടയ്ക്ക് വിരട്ടുണ്ട്. കുറച്ച് കാശ് കൂടുതലുള്ളവരുടെ അടുത്ത് വിട്ട് വരത്തില്ല, അല്ലാത്തവരൊക്കെ വിരട്ടി വെക്കും. പിന്നെ കുറച്ച് കാണിക്കാൻ വേണ്ടി കുറച്ച് പേർക്ക് എന്തെങ്കിലും കൊടുക്കുമായിരിക്കും. പക്ഷെ ഒരു പകുതിയിലധികവും അവരവരുടെ കാര്യങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുക. അത് ഇന്ന മതങ്ങളൊന്നുമില്ല. ഈ മതങ്ങളുടെ പേരിലാണ് ഇപ്പൊ രാഷ്ട്രീയം വന്നെ. മതങ്ങൾ വെച്ചിട്ട് രാഷ്ട്രീയം പാർട്ടികൾ വളരുന്നു. കാരണം ഒരാളെ ചാക്കണ ഏറ്റവും പറ്റിയ നല്ല സംഭവം റിലിജൻ തന്നെയാണ്. അപ്പോൾ ഒരു എത്തീസ്റ്റ് ആവുക എന്നുള്ളത്, നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ എത്തീസ്റ്റ് തന്നെ ആയിരുന്നു. പിന്നെ ഇവരുടെ ഈ അന്ധവിശ്വാസം നമ്മുടെ തലയിലേക്ക് വച്ചു എന്നിട്ടാണ് നമ്മളിങ്ങനെ വിശ്വസിച്ചത്. നമ്മൾ മനുഷ്യർക്ക് ജനിച്ച കാരണമാണ് മനുഷ്യന്റെ മുഖമുള്ള ഒരു ദൈവം ഉള്ളത്. ഇപ്പൊ നമ്മളൊരു പട്ടി പൂച്ചയാണെങ്കിൽ നമുക്ക് നമ്മുടെ തലച്ചോറ്, ഇപ്പൊ നമ്മളൊരു പട്ടിയായിട്ട് ജനിച്ചു, നമ്മുടെ ആ ഒരു വർഗത്തിനായിരിക്കാം തലച്ചോറ് കൂടുതൽ എന്ന് വിചാരിക്കുക. അപ്പൊ മനുഷ്യനൊക്കെ സൂയി കിടക്കും, പട്ടികളൊക്കെ ആയിരിക്കും പുറത്തിറങ്ങി നടക്കുക. പക്ഷെ അവരുടെ ദൈവത്തിന് അപ്പൊ പട്ടിയുടെ മുഖമായിരിക്കും. ഇത്ര ഇതിൽ കാര്യമുള്ളൂ. ഇപ്പൊ ഒരു 3 ലക്ഷം വർഷം മുമ്പുണ്ടായ മനുഷ്യരുടെ കാര്യം നമ്മളീ പറഞ്ഞത്. അതിനു മുമ്പും ഭൂമി ഉണ്ടായിരുന്നു, അതിനു മുമ്പ് കുറെ ജീവികൾ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ ദൈവമൊക്കെ എവിടെയായിരുന്നു? പെട്ടെന്ന് 3 ലക്ഷം വർഷം മുമ്പ് ഈ കുറച്ച് മനുഷ്യരുണ്ടാക്കിയിട്ട്, അത് അന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന മനുഷ്യർ, അത് അതിനു മുമ്പ് ഉണ്ടായിരുന്നു. വേറൊരു ഹോമോസാപ്പിയൻസ് ആയിരുന്നില്ല, അത് മാത്രമല്ല ഹോമോ എറക്ടസ് ആയിരിക്കാം. അപ്പൊ ആ ലെവലിൽ നിന്ന് ഈ ലെവലിലേക്ക് ഇവല്യൂഷൻ വഴിയെ വന്നേ. നമ്മൾ എന്തുകൊണ്ട് എവല്യൂഷൻ നമ്മളെ ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല? അത് വലിയൊരു ചോദ്യമല്ലേ. എവല്യൂഷൻ പഠിച്ചാൽ തന്നെ അവർ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു കുരങ്ങിന്നുണ്ടാവും, കുരങ്ങിന്ന് അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല. നമുക്കറിയാം നമ്മുടെ ഏജ് വെറും ഒരു മാക്സിമം ഒരു 100-120 വർഷമുള്ള മനുഷ്യന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എങ്ങനെ മാറിയെന്ന് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അതിപ്പോ 4.5 ബില്യൺ ഇയേഴ്സ് ആണ് എർത്തിന്റെ പ്രായമെങ്കിൽ നമ്മളവിടെ മനുഷ്യനായിട്ട് 3 ലക്ഷം വർഷമേ ഉള്ളൂ. അതായത് ഒരു വലിയ മരത്തിന്റെ അവസാനത്തെ ഇല വന്ന സമയത്ത് ആ ഇലയാണ് നമ്മൾ എന്ന് വിചാരിക്കുമ്പോൾ ഈ സ്പാൻ ഓഫ് ഇയേഴ്സ് നമുക്ക് മനസ്സിലാക്കാവുന്നതിന്റെ അപ്പുറത്തെ അത്രത്തോളം മാറിയിട്ടാണ് ഈ കാലം പോണ പോക്ക്. അത്രയും സ്പാൻ ഓഫ് ഇയേഴ്സ് വരുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ തന്നെ ഈ എവല്യൂഷൻ എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ എവല്യൂഷൻ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഏതൊക്കെ രാജ്യം പഠിപ്പിക്കുന്നുണ്ടോ അവർക്ക് സയന്റിഫിക് ആയിട്ടുള്ള ടെമ്പർ ഉണ്ടാവും. ആ ടെമ്പർ വഴിക്ക് നമുക്കിതൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. എത്രയോ സ്ഥലങ്ങളിൽ ഈ മതത്തിന്റെ പേരിൽ യുദ്ധം ഉണ്ടാകുന്നു. മതത്തിന്റെ പേരിൽ തന്നെയാണ് പലപ്പോഴും യുദ്ധം വരുന്നത്. നമുക്ക് എവിടെ ഇട്ട് നോക്കി കഴിഞ്ഞാൽ അവസാനം കാണാൻ പറ്റും അതിനുള്ളൊരു മതമുണ്ട്. ഈ മതത്തിൽ പറഞ്ഞത്, ചില മതങ്ങളിൽ പറഞ്ഞത് അവിശ്വാസികളെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞത്. സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഉള്ളത് തന്നെ ഉള്ളൂ. പെണ്ണുങ്ങളെ കിട്ടും, കുറച്ച് മദ്യം കിട്ടും, അങ്ങനെയൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേകം അവർക്ക് പറയാനില്ല. കാരണം ഇതൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഇപ്പോ അവർക്ക് അറിയാവുന്നവർ വെച്ചിട്ട് അവർക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ നോഹയുടെ പെട്ടകത്തിൽ എന്തുകൊണ്ടൊരു ഡിനോസർ വന്നിട്ടില്ല? അത് അവരെ ഈ കഥ എഴുതുന്ന സമയത്ത് ഡിനോസർ എന്ന് പറഞ്ഞ ഒരു സാധനം ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ള അറിവ് അവർക്കുണ്ടായിരുന്നില്ല. അവരുടെ മണ്ണിന്റെ അടിയിലെ സാധനം കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് പോൾ എന്ന ക്രിസ്ത്യാനി ഉണ്ടാക്കിയത് മുഴുവനും പോൾ എന്ന ഒരാളാണ്, അത് വളർത്തിയെടുത്തതും പോളാണ്. അപ്പൊ പോളിന്റെ ഉള്ളിലേക്ക് ഈ സംഭവം വരാത്ത കാരണം അങ്ങേരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബൈബിളിൽ സാധനം ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. അത് ഇപ്പോഴും എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ആയവർക്ക് ഇതൊക്കെ വിശ്വസിച്ചിട്ട്
ഇതിൽ മാത്രം വിശ്വസിച്ച് മരിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇതെങ്ങോട്ടാണ്? കാരണം നമുക്കൊരു 1800 ഗ്രാമിന്റെ ഒരു തലച്ചോറ് നമുക്കുണ്ട്. അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഫ്രീ വില്ല് നമുക്കുണ്ട്. ഈ ഫ്രീ വില്ല് വെച്ചിട്ട് നമുക്ക് ഇതേവരെ ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടം തന്നെയാണ്. വിർജിനായ ഒരു സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടാവുന്നു. പിന്നെ ഈ കുട്ടി മരിച്ചുകൊണ്ട് പിന്നെയും ഉയർത്തെഴുന്നേറ്റ് വരുന്നു. ഈ കുട്ടിയാണെങ്കിൽ കണ്ണ് കാണാത്ത ആൾക്കാർ കണ്ണ് കാണാനുള്ള അവരെ കൊടുക്കുന്നു. ഇതൊക്കെ ഇവിടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് വിശ്വസിക്കാൻ പാകത്തിന് ആ ഒരു മനസ്സുള്ള ഒരാളെ നമുക്ക് എന്തായിരിക്കും വിളിക്കുക? അവരെയാണ് ഇപ്പോൾ ബിലീവർ എന്ന് വിളിക്കുക. അത് എന്ത് നുണ പറഞ്ഞാലും കണ്ണടച്ച് നമ്മളങ്ങ് വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ല ആളായി, ബിലീവറായി ഞങ്ങൾ നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടാം. അപ്പൊ ഞങ്ങളുടെ ഭൗതികമായ നിലവാരത്തിലേക്ക് നിങ്ങൾ വന്നം. ചിലപ്പോൾ നിങ്ങൾക്ക് ബൗദ്ധികമുള്ളായിരിക്കും, പക്ഷെ ഞങ്ങളുടെ ബുദ്ധിയിലേക്ക് താഴ്ന്നു വന്നോളാം. എന്നാലേ നിങ്ങളെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതാണ് റിലീജിയന്റെ ഒരു ആ ഒരു സവിശേഷമായ സ്വഭാവം. അതിന്റെ അപ്പുറത്തുള്ളവരെ ഇവർ ജഡ്ജ് ചെയ്യും. ഇവർ ജഡ്ജ് എന്ന് വെച്ചാൽ ഇവൻ ഇങ്ങനെ ആയിപ്പോയത്, ഇവനെന്ത് ഇങ്ങനെ ആയിപ്പോയത്, ബാക്കി എല്ലാവരും കുഴപ്പമില്ലല്ലോ. അതാണ് നമ്മൾ പൊതുവെയുള്ള ജഡ്ജ്മെന്റ് ആണ്. കാരണം ഇവനിങ്ങനെ ആയിപ്പോയെന്നുള്ളതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിക്കുന്നവർക്ക് ആർക്കും ആവാൻ പറ്റും. പക്ഷെ ചിലർക്ക് പേടി കാരണം പുറത്തു പറയാൻ പാടില്ല. കാരണം അവർ ജീവിക്കുന്ന സൊസൈറ്റി അങ്ങനെ ആയിരിക്കാം. ഇപ്പോൾ ചില സമൂഹത്തിൽ നമുക്കറിയാം, ചില പ്രത്യേക മതങ്ങളിൽ അവര് തലവെട്ടിപ്പോഴും സ്ത്രീകൾ കംപ്ലീറ്റ് മൂടിപ്പൊഞ്ഞ് നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ശരിക്കും സ്ത്രീകളെയൊക്കെ അവർ പുല്ല് വില കൽപ്പിക്കണം. അതായത് സ്ത്രീകൾക്ക് ഒരിക്കലും ഇക്വാലിറ്റി എന്ന സംഭവം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ സ്ത്രീകൾക്ക് ഇക്വാലിറ്റി ഉണ്ടോ? എവിടെയില്ല. ഒരു ഗേ മാരേജ് ഒരിക്കലും ഉണ്ടാവില്ല. അതിപ്പോ പറയാം, ഇപ്പൊ മോഡറേറ്റേഴ്സ് പറഞ്ഞ കുറെ ആൾക്കാർ വരുന്നുണ്ട് ഈ നമ്മുടെ റിലീജിയനിൽ. കുറച്ചും കൂടെ മോഡറേറ്റ് ചിന്താഗതി. ഇതെങ്ങനെയാ വന്നത്? ഇത് ഏതെങ്കിലും ഹോളി ബുക്കിൽ നിന്ന് വന്നതല്ല, ഏതെങ്കിലും ബൈബിളിൽ നിന്ന് പറയുന്നത് വന്നതല്ല. അതിൽ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒരു 6 നൂറ്റാണ്ടുള്ള ഒരു നിലവാരം നിൽക്കുള്ളൂ. ഇപ്പൊ ഇവരൊക്കെ മോഡറേറ്റർ ആയ കാരണം എന്താ? പഴയ സംഭവം വെച്ച് മുമ്പോട്ട് പോയി ശരിയാവില്ലെന്ന് അറിയാം. അവർക്കുള്ള റീസണിങ് അവിടെ നിന്ന് വന്നേ, അത് നമ്മുടെ സയന്റിഫിക് റീസണിങ് തന്നെ വന്നെ. ഇപ്പോ ഈ ഒരു എത്തീസ് എന്നുള്ള ഒരാൾക്ക് അതേ ലെവലിൽ പോലെ ആ ലെവലിൽ ചിന്തിച്ചിട്ട് തന്നെയാണ് ഇവർക്ക് ഈ റീസണിങ് കണ്ടെത്താൻ പറ്റുക. അതായത് ഗേ മാരേജ് അനുവദിക്കാം, സ്ത്രീകൾക്ക് വേണ്ടി ഇക്വാലിറ്റി കൊടുക്കാം. കാരണം നമ്മുടെ കാലഘട്ടം വികസിച്ചു. പഴയ പോലെ അല്ല, ചിന്തകൾ വികസിച്ചു, പല പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. പണ്ട് പറഞ്ഞ കുറെ നുണക്കഥയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം വന്നാലും അത് മറ്റുള്ളവർ മുമ്പിൽ പറയാനുള്ള ധൈര്യം ഇപ്പോഴും ആയിട്ടില്ല. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വിശ്വാസി മരിക്കുമ്പോൾ അയാൾ പല നുണക്കഥകളും വിശ്വസിച്ച് ജീവിച്ചിട്ടാണ് അയാൾ മരിക്കുന്നത്. ഇതെല്ലാം വിശ്വസിച്ചിട്ട് മരിക്കാൻ നേരത്ത് ഇങ്ങനെ ഈ പറയപ്പെടുന്ന ദൈവത്തിന്റെ പേരും പറഞ്ഞായിരിക്കും മരിക്കുക. അവിശ്വാസിക്ക് മരിക്കാൻ ഇതിനൊന്നും ആവശ്യമില്ല. അവിശ്വാസി മരിക്കും, രണ്ടുപേരും മരിക്കും. പക്ഷെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് സമാധാനമായിട്ടൊരു മരണം എന്തായാലും ഒരവിശ്വാസിക്കായിരിക്കും. പിന്നീടുള്ളത് നിങ്ങൾക്ക് വിശ്വാസം വേണമെന്നുള്ളതാണ്, ഫെയ്ത്ത് വേണമെന്നുള്ളതാണ് പറഞ്ഞത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറണ്ടർ ഓഫ് റീസണിങ് ആണ്. നമ്മുടെ എന്തെങ്കിലും റീസണിങ് ഉണ്ടെങ്കിൽ ആ റീസണിങ് അങ്ങോട്ട് ചെല്ലണ്ട, നീ ഞാൻ പറഞ്ഞ കേട്ടാ മതി എന്ന് നമ്മളോട് ആര് പറയുന്നു അവരെല്ലാവരും ഇതേപോലത്തെ വിശ്വാസികളുടെ സെറ്റപ്പ് ഉള്ളവരായിരിക്കും. അതായത് ചോദ്യം ചോദിക്കാൻ പാടില്ല. നമ്മളൊരു കഥയിൽ ഞാൻ വിശ്വസിക്കുന്നു, അത് നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ആൾക്കാരായി. ഞാൻ പറഞ്ഞതെല്ലാം നമുക്ക് നിങ്ങൾ വിശ്വസിച്ചോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. ബാക്കി സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരാം. എല്ലാ ആഴ്ചയും ഞങ്ങളുടെ ആരാധനയിൽ പങ്കെടുക്കുക. പിന്നെ ഈ ദൈവത്തിന്റെ പ്രത്യേകത ഈ പുള്ളിനെ എപ്പോഴും നമ്മൾ പ്രശംസിച്ചുകൊണ്ടിരിക്കണം, ആരാധിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സൃഷ്ടിക്കും. കാരണം എത്ര പ്രാർത്ഥിച്ചാലും എത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇങ്ങനെ സൃഷ്ടിച്ചാലും നമുക്കെല്ലാം കിട്ടുന്ന അവസാനം സൃഷ്ടി തന്നെയായിരിക്കും. പിന്നെ ആകെ പറഞ്ഞത് എന്ത് കിട്ടിയാലും അവസാനം മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പുറത്ത്, അത് ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ ആരും തിരിച്ചു വരാത്ത കാരണം എല്ലാവർക്കും പറയാം മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോയെന്ന് പറഞ്ഞപ്പോൾ ചില വിശ്വാസികൾ സ്വർഗത്തിലേക്ക് പോകേണ്ട ഇടയ്ക്ക് ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ആ ഒരു സ്ഥലത്ത് വേണോ വേണ്ടോ എന്ന് വെക്കുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ കാശ് കൊടുത്ത് സ്വർഗത്തിലേക്ക് വിടും. അവിടെ കാശ് ഇവിടെ ഭൂമിയിൽ കൊടുക്കണം. അപ്പൊ ഈ ഭൂമിയിൽ കാശ് കിട്ടാൻ വേണ്ടി ഒരു ഇടപാടാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇപ്പോഴും പലർക്കും ആയിട്ടില്ല. സോ ഈ മതാന്തത എന്തായാലും വളരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ എല്ലാ സ്ഥലത്തും വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ, അതായത് ആധുനികമായ കാര്യങ്ങൾ പിന്തുടരുന്ന രാജ്യങ്ങളിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ആൾക്കാർ നല്ല രസമായിട്ട് ജീവിക്കുന്നുണ്ട്. അവരെ ഓരോ ദിവസവും രസമാക്കാൻ അവർക്ക് അറിയാം. കുറച്ചും കൂടി ടെൻഷൻ ഫ്രീ ആയിട്ട് മനുഷ്യരെ മനസ്സിലാക്കി പറ്റുമെങ്കിൽ അങ്ങോട്ടും കുറച്ച് സഹായമൊക്കെ ചെയ്ത് രസമായിട്ട് ജീവിക്കാൻ പറ്റിയൊരു ലെവലിലേക്ക് അങ്ങനെയുള്ളവർക്ക് എത്താൻ പറ്റും. പക്ഷെ വിശ്വാസികൾക്ക് ഒരിക്കലും പറ്റില്ല.